ഭൂതകാലത്തെ മറച്ചുപിടിക്കാനാണ് ജി സുധാകരൻ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എത്തിയ ക്യാമ്പിന്റെ പ്രത്യേകതയാണ് സുധാകരന്റെ മാറ്റം. ബി.ജെ.പി വോട്ടുകൾ ലഭ്യമാകുമെന്ന് അറിയിച്ച സുധാകരനെ പിന്താങ്ങുന്ന കോൺഗ്രസിന്റെ അവസ്ഥ ദയനീയമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൃഷ്ണപിള്ള സ്മാരക സംഭവത്തിൽ സജി ചെറിയാനെ മുഖ്യമന്ത്രി പിന്തുണച്ചു. സ്മാരകം തകർത്തതിൽ പാർട്ടി അന്വേഷണം നേതൃത്വം ഇടപെട്ട് തടഞ്ഞു എന്ന സുധാകരന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. ജി സുധാകരന്റെ സ്വന്തം തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ഏറിയ പങ്കും കടന്നുപോയത്. അദ്ദേഹം ആലപ്പുഴയുടെ രാഷ്ട്രീയ ചരിത്രം എടുത്തുകാട്ടി. അതോടൊപ്പം തന്നെ ഒരു വ്യതിയാനങ്ങൾക്കൊപ്പവും മാറാത്ത പാർട്ടിയാണ് ആലപ്പുഴയിലെ പാർട്ടി. കോൺഗ്രസിന്റെ തൊപ്പി തലയിൽ വെച്ച് അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി ഭൂതകാലം മറച്ചുപിടിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ജീർണതയാണ് അദ്ദേഹത്തിന്റെ നീക്കം എന്നുള്ളതും വ്യക്തമാക്കുന്നു. ബി.ജെ.പിയുടെ വോട്ട് കൂടി വാങ്ങി ജയിക്കുമെന്ന് പറയുന്ന ജി സുധാകരനെ യു.ഡി.എഫിലേക്ക് അല്ലെങ്കിൽ പിന്താങ്ങുന്ന യു.ഡി.എഫിന്റെ അവസ്ഥ ദയനീയമാണെന്ന് കൂടി മുഖ്യമന്ത്രി പരിഹസിച്ചു. അദ്ദേഹം അതിനേക്കാളും അപ്പുറവും പറയും. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ തന്റെ ഭൂതകാലം അദ്ദേഹത്തിന് നിഷേധിക്കണം. അപ്പോൾ ഭൂതകാലത്തെ ഏതെല്ലാം തരത്തിൽ ഇപ്പൊ ചേർന്നവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയോ അതിനുവേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടത്തും. അതിന് CPIM-നെയും CPIM-ന്റെ പ്രധാനികളെയും നല്ല നിലക്ക് ആക്രമിക്കാൻ അദ്ദേഹം തുനിയും. അമ്പലപ്പുഴയിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദനെയും മത്സരിക്കാൻ വെല്ലുവിളിച്ച ജി സുധാകരനും മുഖ്യമന്ത്രി മറുപടി നൽകി. സുധാകരൻ അതിനും അപ്പുറം പറയും. എത്തപ്പെട്ട ക്യാമ്പിന്റെ പ്രത്യേകതയാണ് അത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന് കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്താനുള്ള നീക്കമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം ചെന്നുപെട്ട ക്യാമ്പിനെ നല്ല നിലക്ക് പിന്താങ്ങുന്നതിന് വേണ്ടി അവരുടെ മുന്നിൽ ഇദ്ദേഹം ഒരു യോഗ്യനാണെന്ന് കാണിക്കാൻ വേണ്ടി ഏതിനെയും തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറാവും. മറ്റൊന്ന് കൃഷ്ണപിള്ള സ്മാരകവുമായി ബന്ധപ്പെട്ട ജി സുധാകരൻ ഉയർത്തിയ ആരോപണങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയായിരുന്നു. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് സജി ചെറിയാനെതിരെ ജി സുധാകരൻ ഉയർത്തിയ ആരോപണങ്ങൾ. അതിനോടൊപ്പം തന്നെ അദ്ദേഹം എന്തുകൊണ്ട്, അതായത് ജില്ലാ സെക്രട്ടേറിയറ്റ് അന്വേഷണത്തിന് തീരുമാനിച്ചിട്ടും എന്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇടപെട്ടുകൊണ്ട് അന്വേഷണം തടഞ്ഞു എന്നുള്ള ചോദ്യവും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. എന്നാൽ അദ്ദേഹം പാർട്ടി അന്വേഷണം നടത്താത്തതിനെ സംബന്ധിച്ചുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അതേസമയം സജി ചെറിയാനെ പിന്തുണച്ചുകൊണ്ടുള്ള മറുപടിയായിരുന്നു മുഖ്യമന്ത്രി. ആ ഭാഗത്ത് മാത്രമാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. സജി ചെറിയാൻ വളർന്നു വരുന്നത്, സജി ചെറിയാനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതിയാണ്. അത് സജി ചെറിയാന്റെ വളർച്ചയിലുള്ളതാണ്. താനല്ലാതെ മറ്റാരും ആലപ്പുഴയിൽ നിന്ന് വളർന്നു വരാനായി ജി സുധാകരൻ ആഗ്രഹിക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞുവെച്ചു. സജി ചെറിയാൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ജില്ലയിലെ നല്ല നിലക്ക് വളർന്നു വന്ന ഒരു പാർട്ടി നേതാവാണല്ലോ. അദ്ദേഹത്തിന് എത്രമാത്രം വൈമുഖ്യമുണ്ടായി എന്താണല്ലോ ഈ പ്രസ്താവനയിലൂടെ കാണുന്നത്. ആ രക്തസാക്ഷിത്വത്തിന്റെ സ്മരണ അതിന്റെ നിലയിൽ നിന്ന് അറുത്തിമാറ്റി ഇപ്പൊ ചെന്നുപെട്ട ക്യാമ്പിനെ ന്യായീകരിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം ഒരു പ്രസ്താവന അതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ആലപ്പുഴയിലെത്തിയ മുഖ്യമന്ത്രി ഉറച്ച ആത്മവിശ്വാസമാണ്. അമ്പലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തെക്കുറിച്ച് അദ്ദേഹം ഉറച്ച ആത്മവിശ്വാസമാണ് പങ്കുവച്ചത്. അമ്പലപ്പുഴയിൽ മികച്ച ഭൂരിപക്ഷത്തിൽ സലാം വിജയിക്കും എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ പല രാഷ്ട്രീയ വ്യതിയാനങ്ങൾക്കും വേദിയായ മണ്ണാണ് ആലപ്പുഴ. അവിടെ പുന്നപ്ര വയലാറിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും ഒക്കെ മണ്ണായ ആലപ്പുഴയിൽ അത്തരത്തിലൊരു മാറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല, പ്രത്യേകിച്ച് പാർട്ടി അംഗങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകില്ല. 15,000-ഓളം വോട്ടുകൾ CPM-ൽ നിന്ന് തനിക്ക് ലഭിക്കുമെന്ന ജി സുധാകരന്റെ വാക്കുകളെ പരിഹസിച്ചുകൂടി തള്ളുകയായിരുന്നു മുഖ്യമന്ത്രി. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.